നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബേക്കൽ മൗവലിൽ 16-കാരിയെ ജനൽ കമ്പിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. ഇസ്മായിലിന്റെ മകൾ റിൻഷയാണ് ജീവനൊടുക്കിയത്. യോഗാ ദിനാചരണം വിവിധയിടങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖല കടുത്ത പ്രതിസന്ധിയിലെന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് ഭാരവാഹികൾ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ബാലസഭാ ക്യാമ്പ് കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ CDS ഫെസ്റ്റിൽ തുടക്കമായി. ബാലസഭ കളിയിടം ഫെസ്റ്റ് ക്യാമ്പയിൻ എന്ന പേരിൽ അതിയാമ്പൂർ ബാലബോധിനി വായനശാലയിൽ നടത്തിയ ക്യാമ്പ് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികളോടെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 23-ന് തൃക്കരിപ്പൂർ ഒളിമ്പിക് റാലിയോടെയാണ് ജില്ലാതല സമാപനം നടക്കുന്നത്. 5 വർഷ പെൻഷൻ പരിഷ്കരണ അട്ടിമറിയെന്ന ആരോപണം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. പടന്നക്കാട് ജമാഅത്ത് ലഹരിവിരുദ്ധ ഐക്യദാർഢ്യ റാലി നടത്തി. ഹോസൂർ സബ് ഇൻസ്പെക്ടർ നീതു തച്ചഞ്ചേരി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. വാർത്തകൾ വിശദമായി. ബേക്കൽ മവലിൽ 16-കാരിയെ ജനൽ കമ്പിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. ഇസ്മായിലിന്റെ മകൾ റിൻഷയാണ് ജീവനൊടുക്കിയത്. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ താഴെ മൗവലിൽ 16-കാരിയെ കിടപ്പുമുറിയുടെ ജനൽ കമ്പിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. ഇസ്മായിലിന്റെ മകൾ റിൻഷയാണ് ജീവനൊടുക്കിയത്. വിവരമറിഞ്ഞ് ബേക്കൽ പോലീസ് സ്ഥലത്തെത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്കു ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. റിൻഷ തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും 10ാം ക്ലാസ് പരീക്ഷയിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയിരുന്നു. എന്നാൽ ആദ്യത്തെ 2 അലോട്ട്മെന്റിലും സീറ്റ് ലഭിച്ചിരുന്നില്ല. ഇതിന്റെ വിഷമത്തിലായിരിക്കും ജീവനൊടുക്കിയതെന്നാണ് സംശയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. യോഗ അസോസിയേഷൻ കാസർഗോഡ്, കാഞ്ഞങ്ങാട് നഗരസഭ, കേരള ഗ്രാമീണ ബാങ്ക് മടിയൻ ശാഖയും സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. യോഗ അസോസിയേഷൻ കാസർഗോഡ്, കാഞ്ഞങ്ങാട് നഗരസഭ, കേരള ഗ്രാമീണ ബാങ്ക് മടിയൻ ബ്രാഞ്ച് സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ഏറ്റവും നല്ല നിലയിൽ നടത്തണമെന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു. അത് നടത്താൻ സാധിച്ചതിൽ ആദ്യം തന്നെ സന്തോഷം അറിയിക്കുകയാണ്. ഇനി എല്ലാ വർഷവും യോഗ ദിനത്തിൽ ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നമ്മൾ ഒത്തുചേരും എന്ന് ഞാൻ അറിയിക്കുകയാണ്. യോഗയുടെ പ്രാധാന്യം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഇനി എനിക്ക് ശേഷം സംസാരിക്കുന്നവർ ആ കാര്യങ്ങളെല്ലാം വിശദീകരിക്കും. ഭാരതം ലോകത്തിന് നൽകിയ സംഭാവനയാണ് യോഗ. ഇതൊരു കലയാണെന്ന് ചോദിച്ചാൽ കലയാണ്, ഇതൊരു അഭ്യാസമാണെന്ന് ചോദിച്ചാൽ അഭ്യാസം. വാർഡ് കൗൺസിലർ സൗമ്യ സുനിൽ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ, കൗൺസിലർ സേതു കുന്നുമൽ, കേരള ഗ്രാമീണ ബാങ്ക് മടിയൻ ബ്രാഞ്ച് മാനേജർ CK നീതു, യോഗ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം K ഹരിഹരൻ, ജില്ലാ പ്രസിഡന്റ് MV നാരായണൻ, വൈസ് പ്രസിഡന്റുമാരായ പ്രമോദ്, V ദീപ, ജോയിന്റ് സെക്രട്ടറിമാരായ PV ചന്ദ്രൻ, TP രാകേഷ് എന്നിവർ സംസാരിച്ചു. യോഗ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി KP പ്രദീപ് കുമാർ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം ഉണ്ണി പാലത്തിങ്കാൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് യോഗ ഡാൻസും സംസ്ഥാന കമ്മിറ്റി അംഗം KV ഗണേഷിന്റെ നേതൃത്വത്തിൽ ഡെമോൺസ്ട്രേഷനും യോഗ അഭ്യാസ പ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വണ്ണാർവയൽ P കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. യോഗാ പരിശീലനവും നടന്നു. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വണ്ണാർവയൽ P കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടത്തി. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് പ്രസിഡന്റ് കണ്ണൻ പാർത്ഥസാരഥി ഉദ്ഘാടനം ചെയ്തു. യോഗ
ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയ സന്യാസിമാരികളും എല്ലാവരും ഇത് അവരുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് യോഗ ചെയ്ത് ആരോഗ്യം നിലനിർത്തിയതാണ്. അപ്പോൾ അത് കുറേ കാലം ചെയ്യാതെ അവിടെ നിന്നു. അതുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദി ലോകസഭയിൽ അറിയിച്ച പ്രകാരമാണ് ഈ 2014 ഡിസംബർ 11 ലോകാംഗീകാരം ആയത്. അങ്ങനെയാണ് ഈ യോഗാ ദിനം എന്ന് പറഞ്ഞൊരു സംഭവം. അങ്ങനെ യോഗാ ദിനം ഇന്ന് പിന്നെ ഫാദേഴ്സ് ഡേ, മ്യൂസിക് ഡേ, അങ്ങനെ ഒരു ഡേ ഇപ്പം നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ദിനം അങ്ങനെയല്ല, എല്ലാ ദിനവും നമ്മൾ യോഗാ ദിനം തന്നെയാണ്. അത് നമ്മുടെ എൻ്റെ ക്ലബിൽ നമ്മുടെ രാജുവായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുത്തു തരും. അത് തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യുക. ഗ്രന്ഥാലയം പ്രസിഡന്റ് പി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. 4 നൂറ്റാണ്ട് കാലമായി യോഗ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്ന യോഗാ അധ്യാപകൻ രാഗം രാജു ക്ലാസ് എടുത്തു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ യോഗ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാടിക്കാൽ നാരായണൻ, ലയൺസ് ക്ലബ് സെക്രട്ടറി മധു മഠത്തിൽ, പി കുഞ്ഞമ്പു നായർ, രാജൻ വിഷ്ണുമംഗലം, മഞ്ജു നാരായണൻ, ബിജു മൊട്ടമ്മൽ, നന്ദിത, സൗമ്യ രവീന്ദ്രൻ, അനിൽ പുളിക്കാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്വാതി യോഗ നാച്ചുറോപ്പതി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് കാഞ്ഞങ്ങാട് ലോക യോഗാ ദിനം വിപുലമായി ആഘോഷിച്ചു. ചടങ്ങിൽ ജീവിത സായാഹ്നത്തിൽ യോഗയിലൂടെ ആരോഗ്യവും ദീർഘായുസ്സും എന്ന വിഷയത്തെ ആസ്പദമാക്കി യോഗാചാര്യൻ കെ എൻ ശംഭു നമ്പൂതിരി ക്ലാസ് എടുത്തു. സ്വാതി യോഗ നാച്ചുറോപ്പതി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് കാഞ്ഞങ്ങാട് ലോക യോഗാ ദിനം വിപുലമായി ആചരിച്ചു. ചടങ്ങിൽ ജീവിത സായാഹ്നങ്ങളിൽ യോഗയിലൂടെ ആരോഗ്യവും ദീർഘായുസ്സും എന്ന വിഷയത്തെ ആസ്പദമാക്കി യോഗാചാര്യൻ കെ എൻ ശംഭു നമ്പൂതിരി ക്ലാസ് എടുത്തു. വൈസ് പ്രസിഡന്റ് ടി പി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഇ വി വിജയൻ സ്വാഗതവും എൻ കെ ബാബുരാജ് നന്ദിയും പറഞ്ഞു. തുടർന്ന് യോഗ പ്രദർശനം, യോഗ ഡാൻസ് എന്നിവ അരങ്ങേറി. ലോക സംഗീത ദിനാചരണത്തിന്റെ ഭാഗമായി ബാബുരാജ് മാസ്റ്റർ, സുവർണനി, സുശീലമ്മ ആലക്കോട്, കനകലത കൊടവലം എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സേവാഭാരതി കള്ളാർ പഞ്ചായത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. കള്ളാർ അനുഗ്രഹ ഓഡിറ്റോറിയത്തിലാണ് യോഗാ ദിനാചരണം നടത്തിയത്. സേവാഭാരതി കള്ളാർ പഞ്ചായത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കള്ളാർ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായി ആചരിച്ചു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിലീപ് കൈപ്രത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയുള്ള ഏറ്റവും വലിയ ഒരു സമ്പത്താണ് യോഗ എന്ന് പറയുന്നത്. ആ യോഗ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ വളരെയധികം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. ലോകരാഷ്ട്ര തലവന്മാർ മുതൽ ലോകത്തുള്ള സകല ജനങ്ങളും യോഗയിലേക്ക് ആകർഷ്ടരായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാരതത്തിൽ ഇതുപോലെ ഒരുപാട് അറിവുകളുണ്ട്, അല്ലേ? ആയുർവേദം, യോഗ, ഉപനിഷത്തുകൾ, വേദങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിൽ, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൽ നമ്മൾ പലപ്പോഴും പരാജയമാണ്. എന്നാൽ യോഗ എന്നുള്ളത് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെയധികം പ്രചാരത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. യൂണിറ്റ് സെക്രട്ടറി പി സി കമലാക്ഷൻ സ്വാഗതം പറഞ്ഞു. ശ്രീകുമാർ പെരുമ്പള്ളി രാഷ്ട്രീയ സ്വയം സേവക സംഘം കാഞ്ഞങ്ങാട് ജില്ലാ ബൗദ്ധിക് പ്രമുഖ് സേവാ സന്ദേശം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് ചന്ദ്രമൌലി SH അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ഖജാൻജി ഉദയശങ്കർ ശർമ്മ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. യോഗ പരിശീലക അമൃത ഭവിത് യോഗ പരിശീലനം നൽകി. യോഗത്തിൽ 63 പേർ പങ്കെടുത്തു. സേവാഭാരതി ജില്ലാ ഭാരവാഹി തമ്പാൻ, താലൂക്ക് സമ്പർക്ക് പ്രമുഖ് വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖല കടുത്ത പ്രതിസന്ധിയിലെന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് ഭാരവാഹികൾ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. വിലക്കയറ്റം, ഞങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾക്കും ദിനം പ്രതിയോളം വില വർദ്ധിച്ചു വരുന്നു.
അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു 10-15 ദിവസമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയൊരു നയം കൂടി വന്നു. ക്യാനുകളിൽ ഡീസലും പെട്രോളും കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. ആ നിയമം വന്നതിന് ശേഷം ഇത് മുമ്പേ നിയമമാണെങ്കിലും ഇതുവരെക്കും ഇത് ഒരു പ്രാവർത്തികമാക്കിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ 10 ദിവസമായിട്ട് കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ മൊത്തം പെട്രോൾ പമ്പുകളിൽ നിന്നും പെട്രോളും ഡീസലും ക്യാനുകളിൽ കൊടുക്കുന്നില്ല. അത്യാവശ്യമായി ഈ പത്രസമ്മേളനം വിളിക്കാൻ വേണ്ടിയുള്ള കാരണം പന്തൽ അലങ്കാര ലൈറ്റ് ഹൗസിനോട് രംഗത്ത് പ്രവർത്തിക്കുന്ന ഉടമകളുടെ സംഘടനയാണ്. കേരളത്തിൽ ഏകദേശം 9,000-ഓളം അംഗങ്ങൾ നമുക്കുണ്ട്. ഈ 9,000 അംഗങ്ങളെയും പ്രതിസന്ധിയിലായിക്കൊണ്ട് ഒരു വല്ലാത്ത നിയമം ഇപ്പോൾ ഉന്നയിക്കുകയാണ്. യുദ്ധത്തിൻ്റെ കെടുതിയിൽ ഡീസൽ വൈദ്യുതി ക്ഷാമങ്ങളെല്ലാം നേരിടുമ്പോൾ വൻകിട വ്യവസായികൾ കൊടുക്കുന്ന ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വിതരണം കുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിയമം കൊണ്ടുവരികയും ആ നിയമത്തിൻ്റെ മറപിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ക്യാനുകളിൽ കൊടുക്കാൻ വേണ്ടി പാടില്ല എന്ന പഴയ നിയമം എടുത്തിടുകയാണ്. ഇടവേള. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. വാർത്തകൾ തുടരുന്നു.
കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ബാലസഭാ ക്യാമ്പ് കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ CDS ഫെസ്റ്റിൽ തുടക്കമായി. ബാലസഭ കളിയിടം ഫെസ്റ്റ് ക്യാമ്പയിൻ എന്ന പേരിൽ അതിയാമ്പൂർ ബാലബോധിനി വായനശാലയിൽ നടത്തിയ ക്യാമ്പ് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലെ പഠനത്തോടൊപ്പം സാഹിത്യകല സാംസ്കാരിക കഴിവുകൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനും അത്തരം കഴിവുകൾക്ക് മികച്ച പിന്തുണ നൽകി സമൂഹത്തിന്റെ ഉന്നതിയിൽ എത്തിക്കുന്നതിനും വേണ്ടി കുടുംബശ്രീ ജില്ലാ മിഷൻ നടത്തിയ ബാലസഭാ ക്യാമ്പ് കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ CDS ഫെസ്റ്റിൽ തുടക്കമായി. നഗരസഭാതല ഉദ്ഘാടനം 7ാം വാർഡ് ADSൽ നടന്നു. ബാലസഭ കളിയിടം ഫെസ്റ്റ് ക്യാമ്പയിൻ എന്ന പേരിൽ അതിയാമ്പൂർ ബാലബോധിനി വായനശാലയിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് ബാലസഭ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. കുട്ടികളിൽ അവരുടെ കഴിവുകളെ കണ്ടെത്തി ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ, നല്ല കലാകാരന്മാരെ വളർത്തിയെടുക്കാൻ, നല്ല കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ, നല്ല കവികളെ വളർത്തിക്കൊണ്ടുവരാൻ, നല്ല എഴുത്തുകാരെ വളർത്തിക്കൊണ്ടുവരാൻ, അങ്ങനെ ഓരോ മേഖലകളിൽ കുട്ടികൾക്ക് ഏത് വിഷയത്തിലാണ് കഴിവുകൾ എന്ന് കണ്ടെത്തുകയും കുട്ടികളെ സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ളവരാക്കി വളർത്തിയെടുക്കാൻ, ഉത്തമ പൗരന്മാരാക്കി വളർത്തിയെടുക്കാൻ കുടുംബശ്രീ നടത്തുന്ന ഒരു പ്രവർത്തനമാണ് ഇതുപോലുള്ള കുട്ടികളുടെ ഒത്തുചേരൽ. കുടുംബശ്രീ ഫെസ്റ്റ് CDS ചെയർപേഴ്സൺ M പുഷ്പലത അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ റിസർച്ച് പേഴ്സൺ AV ശശികല ക്ലാസ് കൈകാര്യം ചെയ്തു. P വത്സല, K ഇന്ദിര, PV സവിതകുമാരി തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ADS സെക്രട്ടറി A സുനിത സ്വാഗതം പറഞ്ഞു. വിവിധ പ്രവർത്തനങ്ങളും കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികളോടെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 23-ന് തൃക്കരിപ്പൂർ ഒളിമ്പിക് റാലിയോടെയാണ് ജില്ലാതല സമാപനം നടക്കുന്നത്. 23-ന് വൈകുന്നേരം 3 മണിക്ക് തങ്കയമുക്കിൽ നിന്നും ആരംഭിക്കുന്ന ഒളിമ്പിക് റാലി തൃക്കരിപ്പൂർ കുലേരി ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സമാപിക്കും. ഒളിമ്പിക് റാലിയിൽ വിദ്യാർത്ഥികൾ വ്യത്യസ്ത കളികളിൽ പ്രമുഖരായ സംസ്ഥാന, ദേശീയ, അന്തർദേശീയ താരങ്ങളും ജനപ്രതിനിധികളും കലാസാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ 1000-ൽ പരം പേർ പങ്കെടുക്കും. ഈ വർഷം നടക്കുന്ന അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷം കേരളത്തിന്റെ കായിക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ആഘോഷമായി മാറുകയാണ്. ഒട്ടനവധി ഇന്റർനാഷണൽ നാഷണൽ താരങ്ങൾ ഉൾപ്പെടെ കായിക താരങ്ങൾ ഉൾപ്പെടെ കായിക പ്രേമികൾ, പൊതുജനങ്ങൾ ജനപ്രതിനിധികൾ ഒട്ടേറെ ആൾക്കാർ പങ്കെടുക്കുന്ന വലിയൊരു മഹാ റാലിയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ അത്ലറ്റ് ടീമിൻ്റെ കോച്ചായിരുന്ന എന്നെ മുഹമ്മദ് കുഞ്ഞിയാണ്. കേരളത്തിൽ ആദ്യമായി നടക്കുക. അത് നടക്കുന്നത് ജൂൺ 23-24 തീയതികളിലാണ്. അതോടനുബന്ധിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നമ്മുടെ ഏഷ്യൻ ഗെയിംസിൻ്റെ ഒരു വിളംബരത്തിൻ്റെ ഭാഗം, ജപ്പാൻ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൻ്റെ വിളംബരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു ഫൺ റൺ നടക്കുന്നുണ്ട്. ചരിത്രത്തിലാദ്യമായി കേരളം ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിർവാഹക സമിതി യോഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഒളിമ്പിക് ദിനാഘോഷം നടക്കുന്നത്. അനുബന്ധമായി ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംസ്ഥാന മാർഷൽ ആർട്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാന തലത്തിൽ റീൽസ് മത്സരം, ചിത്രരചനാ മത്സരം എന്നിവയുമുണ്ട്. ജില്ലാതലത്തിൽ UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ഒളിമ്പിക് ക്വിസ് മത്സരം ഹോസ്ദുർഗ് സ്കൂളിൽ നടന്നു. ഇതിനൊപ്പം ജില്ലയിലെ വിദ്യാലയങ്ങളിൽ ഒളിമ്പിക് ഫോറസ്റ്റ് എന്ന പേരിൽ 1000 മാവിൻ തൈകൾ നട്ടുപിടിപ്പിക്കൽ നടന്നുവരികയാണ്. റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീം പരിശീലകനായിരുന്ന NA മുഹമ്മദ് കുഞ്ഞി റാലിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ദേശീയ കബഡി ടീം പരിശീലകൻ ദ്രോണാചാര്യ E ഭാസ്കരൻ, അന്തർദേശീയ ഫുട്ബോൾ താരം മാളവിക, അന്തർദേശീയ വോളിബോൾ താരം അഞ്ജു ബാലകൃഷ്ണൻ, അന്തർദേശീയ ഫുട്ബോൾ താരം M സുരേഷ്, ദേശീയ പഞ്ചഗുസ്തി താരം ജോഷ്വ, അന്തർദേശീയ കബഡി താരം ജഗദീഷ് കുമ്പള, അന്തർദേശീയ ഫുട്ബോൾ താരം M ധനേഷ്,
ദേശീയ ബാസ്കറ്റ്ബോൾ താരം ഗോപാലകൃഷ്ണൻ, അന്തർദേശീയ സെപക് താക്രോ താരം കെ ശ്രേയ എന്നിവരുൾപ്പെടെ നിരവധി കായിക താരങ്ങൾ റാലിയിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം അച്യുതൻ മാസ്റ്റർ, ഡോക്ടർ എം കെ രാജശേഖരൻ മാസ്റ്റർ, ടി പവിത്രൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എം മനു, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. 5 വർഷ പെൻഷൻ പരിഷ്കരണ അട്ടിമറിയെന്ന ആരോപണം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. 5 വർഷ പെൻഷൻ പരിഷ്കരണം റദ്ദു ചെയ്യാനും കുടിശ്ശിക ക്ഷമാശ്വാസ ഗഡുക്കൾ നിഷേധിക്കാനുമുള്ള ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾക്കെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. 2024 നടക്കേണ്ട പരിഷ്കരണത്തിന് കമ്മീഷൻ നിയമിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കെയാണ് സർക്കാർ ഏകപക്ഷീയമായി 10 വർഷത്തിലൊരിക്കൽ പരിഷ്കരണമെന്ന തീരുമാനത്തിലേക്ക് മാറിയത്. ക്ഷമാശ്വാസ കുടിശ്ശിക 8 ഗഡുക്കളായി നൽകാൻ ഉത്തരവ് നിലനിൽക്കെ അതുമായി ബന്ധപ്പെട്ട നടപടി തടഞ്ഞുകൊണ്ടുള്ള നിലപാടാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്നും ഇവർ പറഞ്ഞു. നിലപാടുകൾക്കെതിരെ പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രത്തിലേക്കും നടത്തുന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് സ്മൃതി മണ്ഡപം മുതൽ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പെൻഷൻകാർ പ്രകടനം നടത്തി. മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ചേർന്ന പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി കെ വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ബാക്കിയായിരുന്നു 10-13% DR പെൻഡിങ്ങിലായിരുന്നു. അതെല്ലാം പരിഹരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നിരന്തരമായ പ്രക്ഷോഭത്തിലായിരുന്നു. എന്നാൽ ജനുവരി 19 അവതരിപ്പിക്കേണ്ട ബഡ്ജറ്റിൽ നമുക്ക് തരാനുള്ള DA കുടിശ്ശികയെല്ലാം തരുമെന്നും പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുമെന്നും അതുപോലെ നിലവിലുള്ള നമ്മൾ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നടപടികളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതിന്റെ ഒരു ഭാഗമായി അഷ്യൂർഡ് പെൻഷൻ ഉറപ്പുവരുത്തുകയാണെന്നും ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞു ഈ ഭീമമായ തുക ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ജില്ലാ പ്രസിഡന്റ് ജയറാം പ്രകാശ് അധ്യക്ഷത വഹിച്ചു. PV ശ്രീധരൻ സ്വാഗതം പറഞ്ഞു. PC പ്രസന്ന, V കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കണ്ണൻ, M കുഞ്ഞി ഗോവിന്ദൻ, PV നിർമ്മല, K ചന്ദ്രശേഖരൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പടന്നക്കാട് ജമാഅത്ത് ലഹരിവിരുദ്ധ ഐക്യദാർഢ്യ റാലി നടത്തി. ഹോസ്ദുർഗ് സബ് ഇൻസ്പെക്ടർ നീതു തച്ചഞ്ചേരി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക. പടന്നക്കാടിന്റെ പ്രിയപ്പെട്ട ജനഹൃദയങ്ങളിലേക്ക് ഒരു സുപ്രധാന മുന്നറിയിപ്പ്. നാടിന്റെ നന്മ കാക്കാൻ, നമ്മുടെ നാളെയുടെ കാവലാളാകാൻ ഇതാ ഒരു മഹല്ലിൽ ശക്തി ഒരുമിക്കുകയാണ്. ലഹരി എന്ന മഹാവിപത്തിനെതിരെ നമ്മുടെ യുവത്വത്തെയും തലമുറകളെയും കാർന്നു നിന്ന മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ കേരള പോലീസ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിൻ പൂർണ്ണമായും യോജിച്ചുകൊണ്ട് പടന്നക്കാട് ജമാഅത്ത് സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ഐക്യദാർഢ്യ റാലിയിൽ ഹോസ്ദുർഗ് സബ് ഇൻസ്പെക്ടർ നീതു തച്ചഞ്ചേരി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജമാഅത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി CM അബൂബക്കർ, പ്രസിഡന്റ് CH മൊയ്തീൻ കുഞ്ഞ്, വാർഡ് കൗൺസിലർ അബ്ദുള്ള പടന്നക്കാട്, സദർ മുഅല്ലിം മുഹമ്മദ് കുഞ്ഞി ദാരിമി, AM കുഞ്ഞഹമ്മദ്, സാജിദ് MS, ഖാലിദ് പടന്നക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ഏകദേശം 3 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ആദ്യമായി ഒരു പള്ളി കമ്മിറ്റി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നരേന്ദ്രമോദി സർക്കാരിന്റെ 12ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഭാരതീയ കർഷക മോർച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകൃതി, കൃഷി സംരക്ഷണം എന്നീ വിഷയത്തിൽ ജൈവകൃഷി ശില്പശാല സംഘടിപ്പിച്ചു. ജൈവകൃഷി ശില്പശാല കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി PV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബഡ്ജറ്റിൽ കർഷകർക്കായി 5000 കോടി രൂപ നരേന്ദ്രമോദി സർക്കാർ മാറ്റിവെച്ചപ്പോൾ കേരള സർക്കാർ 1 രൂപ പോലും കർഷകർക്കായി ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടില്ലെന്നും ആനുകൂല്യങ്ങൾ കിട്ടാത്ത വിഭാഗമുണ്ടെങ്കിൽ അത് കർഷകർ മാത്രമാണെന്നും കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി PV ചന്ദ്രൻ പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിന്റെ 12ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഭാരതീയ കർഷക മോർച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകൃതി, കൃഷി സംരക്ഷണം എന്നീ വിഷയത്തിൽ സംഘടിപ്പിച്ച ജൈവകൃഷി ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമയത്ത് നമുക്കൊന്ന് പിന്നോട്ടൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്.
1996 അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നടത്തിക്കൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ഭാരതം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കപ്പലെടുക്കുന്നത് കാത്ത് നമ്മുടെ റേഷൻ കടകളിൽ അരി എത്തിക്കുവാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ തുടങ്ങിവെച്ച കാർഷിക പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഫലം കണ്ടു. അടൽ ബിഹാരി വാജ്പേയി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് അരിയുടെ ഉത്പാദനത്തിൽ ലോകത്തിൽ 2ാമത്തെ രാജ്യമായിട്ട് ഭാരതം മാറി. ഗോതമ്പിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ നമ്മൾ 2ാം സ്ഥാനത്തേക്ക് എത്തി. അങ്ങനെ ഭക്ഷ്യോൽപാദനത്തിൽ ഒരു കുതിച്ചുചാട്ടം നടത്തുവാനായിട്ട് 6 വർഷക്കാലം അധികാരത്തിൽ നിന്ന് അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാരിന് സാധിച്ചു. രാസവളത്തിന്റെ അമിത ഉപയോഗം പ്രകൃതിക്കൊപ്പം മനുഷ്യരെയും നശിപ്പിക്കുന്നു. ജൈവകൃഷിയുടെ ഉൽപ്പന്നങ്ങൾ എത്ര വില കൊടുത്ത് വാങ്ങാൻ ജനങ്ങളുണ്ട്, പക്ഷേ ഉൽപ്പന്നം കുറവാണ്. ഒരു കാലത്ത് 20% ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന കേരളത്തിൽ ഇന്ന് 14% താഴെ മാത്രമാണ് ഉൽപ്പാദനം. അതുകൊണ്ട് തന്നെ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കാൻ എല്ലാ വിഭാഗം കർഷകരും തയ്യാറാകുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് സുകുമാരൻ കാലിക്കടവ് അധ്യക്ഷനായി. BJP സംസ്ഥാന കമ്മിറ്റി അംഗം എ വേലായുധൻ മുഖ്യപ്രഭാഷണം നടത്തി. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ സി പ്രമോദ് കുമാർ ക്ലാസ് എടുത്തു. കർഷക മോർച്ച സംസ്ഥാന സെക്രട്ടറി വി കുഞ്ഞിക്കണ്ണൻ ബളാൽ, BJP മണ്ഡലം പ്രസിഡന്റ് എം പ്രശാന്ത്, സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രഭാരിയും പ്രഭാകരൻ കനകപ്പള്ളി, PV രാമചന്ദ്രൻ ചീമേനി, ജില്ലാ സെക്രട്ടറി രാജൻ മാസ്റ്റർ, ട്രഷറർ തമ്പാൻ കാരക്കോട്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വിജയാസായി, ചന്ദ്രബാനു, കണ്ണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ TC രാമചന്ദ്രൻ സ്വാഗതവും പ്രതാപൻ നായർ നന്ദിയും പറഞ്ഞു. പ്രവർത്തകർക്കായി രാവിലെ എ വേലായുധന്റെ യോഗ ക്ലാസും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാതല പഠന ക്ലാസും യൂണിയൻ സജീവ പ്രവർത്തകൻ അകാലത്തിൽ അന്തരിച്ച റാം മനോഹർ റൈയുടെ സ്മരണയ്ക്കായി നൽകുന്ന എൻഡോമെന്റ് വിതരണവും നടന്നു. മേലാങ്കോട്ട് ലയൺസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ കൂട്ടായ്മയിലുള്ള കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാതല പഠന ക്ലാസും യൂണിയൻ സജീവ പ്രവർത്തകൻ അകാലത്തിൽ അന്തരിച്ച റാം മനോഹർ റൈയുടെ സ്മരണയ്ക്കായി നൽകുന്ന 18 കുട്ടികൾക്കുള്ള എൻഡോമെന്റ് വിതരണവും നടത്തി. മേലാങ്കോട്ട് ലയൺസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളാണ് ഇത്തരമൊരു അവാർഡ് ഏർപ്പെടുത്തിയിരുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് സർവീസിൽ നിന്ന് മരണപ്പെട്ട ഒരാൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യത്തിൽ ലഭിച്ചൊരു തുക എത്രയാണോ, അന്നത്തെ കാലത്തെ തുകയുടെ വലിപ്പമല്ല, പക്ഷെ ആനുകൂല്യത്തിൽ ലഭിച്ച തുക മുഴുവൻ കാസർഗോഡ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിനകത്ത് നിക്ഷേപിക്കുകയും ആ നിക്ഷേപത്തിൽ നിന്ന് കിട്ടുന്ന പലിശ എടുത്തുകൊണ്ട് ആ കാലത്ത് കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലയിൽ മലയാളം കന്നഡ മീഡിയത്തിൽ ഏറ്റവും അധികം ഉയർന്ന മാർക്ക് വാങ്ങുന്ന 2 വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം നടത്തുന്ന നിലയിലാണ് ഈ പരിപാടി ആരംഭിച്ചത്. ജില്ലാ പ്രസിഡന്റ് കെ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. വർത്തമാനകാല സഹകരണ മേഖലയും ജീവനക്കാരുടെ ഉത്തരവാദിത്വവും എന്ന വിഷയത്തിൽ ശ്രീജിത്ത് പാനൂർ ക്ലാസ് കൈകാര്യം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ KV ഭാസ്കരൻ, P ജാനകി, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം B കൈരളി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV തങ്കമണി എന്നിവർ സംസാരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി B മോഹനൻ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തി സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി KV വിശ്വനാഥൻ സ്വാഗതവും കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി P മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. ജില്ലയിലെ വിവിധ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ മക്കളായ അർപ്പിത രാജൻ, സഞ്ജയ് കൃഷ്ണ, അഭിനന്ദ പ്രസാദ്, MR ആദിദേവ്, ദേവ് ദിഷ്ണ, S ദിലീപ്, P അനന്യ, ആദിൽ വിനോദ്, K അരുണിമ, അജൽ ബാബു, S നിരഞ്ജന, S സമിഷ, അനാമിക അജിത്, സൗരവ് ദാമോദരൻ, K കീർത്തന, അർപ്പിത് ബാബു, അശ്വതി രാജ്, ദൃശ്യ ജനാർദ്ദനൻ, A ആദിഷ് രാജ് എന്നീ കുട്ടികൾ എൻഡോമെന്റ് ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം സംക്രമ സമിതി തിരുവാതിര ഞാറ്റുവേല പാക്ഷികം ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ജൂൺ 22 മുതൽ ജൂലൈ 6 വരെയാണ് തിരുവാതിര ഞാറ്റുവേല. മറന്നുപോകുന്ന കേരളീയ കാർഷിക കാലത്തെ വീണ്ടെടുക്കാനായി അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം സംക്രമ സമിതി തിരുവാതിര ഞാറ്റുവേല പാക്ഷികം ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ജൂൺ 22 മുതൽ ജൂലൈ 6 വരെയാണ് തിരുവാതിര ഞാറ്റുവേല എന്നും ഈ കാലയളവിൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലമാണെന്നും ഔഷധങ്ങൾ തയ്യാറാക്കാൻ മഴവെള്ള ശേഖരണം നടത്തുന്ന കാലമാണിതെന്നും പാക്ഷികം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ PV ദിവാകരൻ അഭിപ്രായപ്പെട്ടു. തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്നത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ്. അതായത് വെയിലും മഴയും ഒരുപോലെ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്നത്. തിരുമുറിയാതെ മഴ പെയ്യും എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. തിരുമുറിയാതെ മഴ പെയ്യും എന്ന് പറയുന്നത് തീരെ ഒന്നും ഇങ്ങനെ ശക്തമായ മഴയെന്നല്ല, നമുക്ക് കൃഷിക്ക് ആവശ്യമായ തരത്തിൽ തുള്ളി നനയായിട്ട് വെയിലും മഴയായിട്ട് എന്ത് മുറിച്ച് വെച്ചാലും എന്ത് ഒടിച്ചു വെച്ചാലും തെളിക്കാൻ പറ്റുന്ന ആ ഒരു ദിനമാണ് ഈ തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ തിരുവാതിര ഞാറ്റുവേല സമയത്ത് പെയ്യുന്ന, അതായത് 14 ദിവസത്തിൽ ഇടയിൽ പെയ്യുന്ന മഴയിൽ ഒരു ദിവസം അമൃത മഴ പെയ്യുന്നതെന്ന് പഴമക്കാർ പറയുന്നത്. ചടങ്ങിൽ തറവാട്ട് കാരണവർ ചന്ദ്രബാബു മേലടക്കം അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ മുഖ്യപ്രഭാഷണം നടത്തി. അടിയാർക്കാവിന് 100ഓളം വിവിധ ഇനം വൃക്ഷത്തൈകൾ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ PV ദിവാകരൻ സമർപ്പിച്ചു. തറവാട്ടു കർമ്മികളായ രാജു പണത്തൂർ, അനിൽകുമാർ കല്യാൺറോഡ് എന്നിവർ തൈ വിതരണം ചെയ്തു. രമേശൻ പുതിയകണ്ടം, ഭരതൻ കണ്ടത്തിൽ, മോഹൻദാസ് K, രാമചന്ദ്രൻ പാതിരിക്കുന്ന്, രതീഷ് അതിയാമ്പൂർ, സ്വപ്ന കുമാരൻ, കൃഷ്ണൻ പെരളം, വിനോദ് പുതിയകണ്ടം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangad. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവ ജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം.
കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188 8547349188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു. രാംനഗർ സ്വാമി രാംദാസ് മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 93 SSLC ബാച്ച് കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു. 93 ബാച്ച് പ്രധാന അധ്യാപകൻ കുഞ്ഞമ്പു മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. രാംനഗർ സ്വാമി രാംദാസ് മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 93 SSLC ബാച്ച് SSLC +2 വിജയികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു. മാവുങ്കാൽ വ്യാപാര ഭവനിലാണ് അനുമോദന പരിപാടി നടത്തിയത്. 1993 ബാച്ച് പ്രധാനാധ്യാപകൻ കുഞ്ഞമ്പു മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ച് ഉപഹാര സമർപ്പണം നടത്തി. ആ സ്കൂളിൽ നിന്നും ആദ്യത്തെ SSLC ബാച്ച് പുറത്തിറങ്ങുന്ന വർഷമായിരുന്നു 1993. ചുറ്റുപാടുമുള്ള രക്ഷിതാക്കളും കുട്ടികളും നാട്ടുകാരും എല്ലാവരും വളരെ ആകാംക്ഷയോടെ റിസൾട്ടിനെ കാത്ത് നിൽക്കുകയായിരുന്നു. എന്നെ സംബന്ധിച്ചോളം എന്തോ ഒരു ഭയപ്പാടോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഒരു ടെൻഷനോ അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു എൻ്റെ. എന്താവും റിസൾട്ട്? പക്ഷെ എനിക്കന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. അന്ന് SSLC ബാച്ചിലുണ്ടായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഞങ്ങൾ അധ്യാപകർ പറയുന്നത് അപ്പടി അനുസരിച്ചുകൊണ്ട് വേണ്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ ഉൾക്കൊണ്ട് എങ്ങനെ ആയാലും 100% റിസൾട്ട് ഉണ്ടാവണം, ഞങ്ങൾക്ക് എല്ലാവർക്കും പാസ്സാകണം എന്ന ഒറ്റ മനസ്സോടെ പ്രവർത്തിച്ച കുട്ടികളായിരുന്നു 1993 ബാച്ച്. അതിനുശേഷം അന്നത്തെ ആ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളുടെ ആ ആഗ്രഹം അസ്ഥാനത്തായില്ല. 100% റിസൾട്ട്, ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ക്ലാസ് ഒക്കെ കൂടി നല്ല ഒരു റിസൾട്ടായിരുന്നു അന്ന് ഞങ്ങൾക്ക് ലഭിച്ചത്. ആ റിസൾട്ടിന്റെ ഭാഗവാക്കായ കുട്ടികളാണ് ഇന്ന് പോയ വർഷത്തെ SSLC ബാച്ച് എന്ന് ജയിച്ച ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കാൻ ഇവിടെ ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നു. അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം അനുമോദന ചടങ്ങുകൾ ആവശ്യമായ പല സ്ഥലത്തും നടക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. അജിത് കുമാർ സി അധ്യക്ഷത വഹിച്ചു. VM സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. രത്നാകരൻ, ബാബു KV, പ്രവീണ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോട്ടലുകളിൽ ശുചിത്വവും ഗുണമേന്മയും ഉറപ്പാക്കാൻ KHRA കാഞ്ഞങ്ങാട് യൂണിറ്റ് ഹൈജീൻ മോണിറ്ററിംഗ് സമിതി രൂപീകരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഹോട്ടലുകളുടെയും റെസ്റ്റോറന്റുകളുടെയും ശുചിത്വ നിലവാരം ഉയർത്തുന്നതിനും ഉപഭോക്താക്കൾക്ക് തികച്ചും വിശ്വസനീയവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷണം ഉറപ്പാക്കുന്നതിനുമായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രത്യേക ഹൈജീൻ മോണിറ്ററിംഗ് സമിതി രൂപീകരിച്ചു. അസോസിയേഷന്റെ നേതൃത്വത്തിൽ തന്നെ കാഞ്ഞങ്ങാട്ടെ ഹോട്ടലുകളിൽ കൃത്യമായ ഇടവേളകളിൽ ആഭ്യന്തര പരിശോധനകൾ നടത്തുകയും ആവശ്യമായ തിരുത്തലുകൾ നിർദ്ദേശിക്കുകയുമാണ് സമിതിയുടെ ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് അതിഞ്ഞാൽ മജ്ലിസ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ കമ്മിറ്റി രൂപീകരണവും ഹോട്ടൽ ഉടമകൾക്കും ജീവനക്കാർക്കുമായി വിപുലമായ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. KHRA കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് C. ശിശുപാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. നല്ല ദോഷം അദ്ദേഹം
ആരാ വിളിക്കല്? നിങ്ങൾ കടയുടെ മുമ്പിൽ ഒരു തട്ടുകട ഇന്ന് വൈകുന്നേരം കൊണ്ടുവന്നേരിക്കാം. അപ്പൊ നിങ്ങൾ ആരെയാണ് ആദ്യം വിളിക്കല്? അതൊന്നാണ് മാറ്റി തരുന്നത്. ആരാ വിളിക്കല്? ആണോ? അല്ലേ? അല്ലേ? ആ, എന്നാ എന്റെ നഗരസഭക്കകത്തെ ആളുകൾ പറയണം ചെയർമാൻ ആ കമ്മിറ്റിയിൽ വേണ്ട. നിങ്ങൾ ആരും ചെയർമാൻ ആ കമ്മിറ്റിയിൽ വേണ്ട എന്നാണ്. ചെയർമാൻ വേണ്ട. കൗൺസിലേക്ക് വന്നാൽ ചെയർമാൻ വേണ്ട എന്ന അഭിപ്രായത്തിനായിരിക്കും മുൻതൂക്കം. ഭൂരിപക്ഷം എങ്ങനെയാണ്? ഇതിന് രാഷ്ട്രീയം നോക്കിയിട്ടല്ലേ ചെയ്യുന്നത്. ഞാൻ പറയുന്ന രാഷ്ട്രീയം അടുത്ത തെരഞ്ഞെടുപ്പിലാക്കാന്ന്. രാഷ്ട്രീയം സംസാരിക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് രാഷ്ട്രീയം പറയാം. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും. പൊതുജനങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിച്ച് കഴിക്കാൻ സാധിക്കുന്നതും ഗുണമേന്മയുള്ളതുമായ ശുദ്ധമായ ഭക്ഷണം മാത്രമേ കാഞ്ഞങ്ങാട്ടെ ഹോട്ടലുകളിൽ നിന്ന് നൽകാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഗ്രീൻ സിറ്റി മാനേജർ ബൈജു പി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു ചുള്ളിക്കര സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അമ്മയും കുഞ്ഞും ഹോസ്പിറ്റൽ ഹെൽത്ത് ഇൻസ്പെക്ടർ മുരളീധരൻ പി, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രകാശൻ പരിപ്പുവട, മോണിറ്ററിംഗ് കമ്മിറ്റി ജില്ലാ ചെയർമാൻ നാരായണൻ ഊട്ടുപുര എന്നിവർ സംസാരിച്ചു. ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി കാഞ്ഞങ്ങാട് യൂണിറ്റ് ഭാരവാഹികളായി ചെയർമാനായി ഗുഡപ്പണ്ണയെയും കൺവീനറായി ഹരി ചൈത്രത്തെയും തെരഞ്ഞെടുത്തു. ജനറൽ സെക്രട്ടറി എം ഗംഗാധരൻ സ്വാഗതവും ട്രഷറർ ഹമീദ് കൂളിയങ്കാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനം ക്യാനുകളിൽ നൽകാത്ത കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യം. കേരള വ്യാപാരി വ്യവസായി സമിതി അജാനൂർ യൂണിറ്റ് സമ്മേളനം നടന്നു. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം ഇന്ധനങ്ങൾ കാനിൽ വാങ്ങാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വ്യാപാരികളെയാണ്. ഈ ഉത്തരവ് അടിയന്തരമായും പുനഃപരിശോധിക്കണമെന്നും പ്ലാസ്റ്റിക്കിന്റെ പേര് പറഞ്ഞും പാഴ്വസ്തു ശേഖരത്തിന്റെ പേര് പറഞ്ഞും വ്യാപാരികളെ ദ്രോഹിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കേരള വ്യാപാരി വ്യവസായി സമിതി അജാനൂർ യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ അധികൃതരോട് ആവശ്യപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് കെ.വി. സുരേന്ദ്രൻ പതാക ഉയർത്തിയതോടുകൂടി സമ്മേളനത്തിന് തുടക്കമായി. സമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി. സത്യൻ പടന്നക്കാട് ഉദ്ഘാടനം ചെയ്തു. ഇനിയും ഒരുപാട് പോരാട്ടങ്ങൾ നടത്താൻ നമുക്ക് മുന്നിലുണ്ട്. അതിനൊക്കെ സജ്ജമാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ പുറത്തു നിൽക്കുന്ന വ്യാപാരികളെയും കൂടി നമ്മുടെ ഈ സംഘടനയിലേക്ക് ചേർത്തുകൊണ്ട് നല്ലൊരു സംഘടനയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ മെമ്പർമാർ തയ്യാറാവണം. ഇപ്പോൾ അജാനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വേറൊരു സംഘടനക്കും ഇവിടെ പ്രാധാന്യമില്ല. മുഴുവൻ വ്യാപാരികളും നമ്മുടെ സമിതിയിൽ തന്നെയാണെന്ന ഒരു അഭിമാനകരമായ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സംഘടനാ കാര്യങ്ങളൊക്കെ നമ്മുടെ സുകുമാരൻ വിശദീകരിക്കും. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ വ്യാപാരി മിത്രയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നമ്മുടെ പാലക്കുന്ന് വെച്ച് നടന്ന ജില്ലാ സമ്മേളനത്തിൽ വെച്ച് നമ്മുടെ സമ്മേളന പ്രതിനിധികളുടെ ആവശ്യപ്രകാരം നമ്മുടെ ഓരോ വ്യാപാരികളെയും സഹായിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു പദ്ധതി നമ്മൾ നടപ്പാക്കണമെന്ന് കഴിഞ്ഞ സമ്മേളനത്തിലുള്ള തീരുമാനം ഈ സമ്മേളനമാകുമ്പോഴേക്കും നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചു എന്നത് വളരെ പ്രശംസയർഹിക്കുന്ന ഒരു കാര്യമാണ്. യൂണിറ്റ് പ്രസിഡന്റ് കെ.വി. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം കെ.വി. സുകുമാരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് മധുസൂദനൻ വെള്ളിക്കോത്ത്, ഏരിയ കമ്മിറ്റി അംഗം സൗമ്യ മൂലക്കണ്ടം, ആലിങ്കാൽ ദാമോദരൻ, മാട്ടുമ്മൽ ഹസൻ എന്നിവർ സംസാരിച്ചു. ആദ്യകാല വ്യാപാരികൾക്കുള്ള ആദരവും SLC, +2 ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി. തുളസി നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി സുരേഷ് വെള്ളിക്കോത്ത് സ്വാഗതവും ട്രഷറർ ഷബീർ ഹസൻ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിൽ വെച്ച് കെ.വി. സുരേന്ദ്രനെ പ്രസിഡന്റായും സുരേഷ് വെള്ളിക്കോത്തിനെ സെക്രട്ടറിയായും ഷബീർ ഹസനെ ട്രഷററുമായുള്ള 17-അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പനങ്കാവ് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി പി. കൃഷ്ണൻ പനങ്കാവ് ഉദ്ഘാടനം ചെയ്തു. പനങ്കാവ് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ SSLC, +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ദിയ തമ്പാൻ, അതുൽ മാട്ടുമൽ, അഭിനവ് പുരുഷോത്തമൻ എന്നിവരെയാണ് അനുമോദിച്ചത്. ക്ലബ് രക്ഷാധികാരി പി. കൃഷ്ണൻ പനങ്കാവ് ഉദ്ഘാടനം ചെയ്തു.
വഴിതെറ്റിക്കാവുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണ് മുമ്പിലോട്ട് നീങ്ങുന്നതായി നമുക്ക് മനസ്സിലാക്കുന്നത്. എല്ലാ മേഖലയിലും ആ മേഖലയിൽ നിന്നൊക്കെ അവരെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് അഭിമാനത്തോടെ ഇരിക്കുന്ന 3 കുട്ടികളാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കാൻ കഴിഞ്ഞത്. ആ കുട്ടികളിൽ തീർച്ചയായും പരങ്കാവ് പ്രദേശത്തിൻ്റെ ഈ മുഴുവൻ നാട്ടുകാരുടെയും അഭിനന്ദനം ഈ അവസരത്തിൽ ഞാൻ അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മുടെ ഈ അമ്മമാരുടെ കയ്യിലാണ്. അത് ഞാൻ പല പ്രാവശ്യം പറയുന്നൊരു ഭാഗമാണ്. കാരണം നമ്മുടെ കുട്ടി, ഒരു ചെറിയ കുട്ടി ജനിച്ചാൽ ആ അമ്മമാരുടെ കഷ്ടപ്പാട് എന്താണെന്ന് പറഞ്ഞാൽ, ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ തന്നെ ആ കുട്ടിയെ ബാലവാടി കൊണ്ടുപോയി അവിടെ ശേഷം ഓരോ പടിപടി ഉയർത്തതിലും അമ്മമാരുടെ ശ്രദ്ധ അകമഴിഞ്ഞതാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ക്ലബ് പ്രസിഡന്റ് പ്രദീപ് പനങ്കാവ് അധ്യക്ഷത വഹിച്ചു. കാലച്ചമരം ദേവസ്ഥാനം പ്രസിഡന്റ് രാജീവൻ, പി മോഹനൻ, തുഷാര കുടുംബശ്രീ സെക്രട്ടറി രമ, സമൃദ്ധി കുടുംബശ്രീ പ്രസിഡന്റ് രജിത, ശ്രീലക്ഷ്മി കുടുംബശ്രീ പ്രസിഡന്റ് ജ്യോതി എന്നിവർ സംസാരിച്ചു. ക്ലബ് സെക്രട്ടറി പി ഗംഗാധരൻ സ്വാഗതവും ക്ലബ് ട്രഷറർ പി കരുണാകരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ഭീമ ജ്വല്ലറി പ്രീമിയം 18 കാരറ്റ് സബ് ബ്രാൻഡ് സെലൻ പുതിയ പ്രോഡക്റ്റുകളുടെ ലോഞ്ച് സംഘടിപ്പിച്ചു. പ്രമുഖ ബ്യൂട്ടീഷ്യൻ ഹേമലത ഉദ്ഘാടനവും പ്രൊഡക്റ്റുകളുടെ അനാവരണവും നടത്തി. കാഞ്ഞങ്ങാട് ഭീമ ജ്വല്ലറി പ്രീമിയം 18 കാരറ്റ് സബ് ബ്രാൻഡ് സെലന്റ് പുതിയ പ്രോഡക്റ്റുകളുടെ ലോഞ്ച് സംഘടിപ്പിച്ചു. പ്രമുഖ ബ്യൂട്ടീഷ്യൻ ഹേമലത ഉദ്ഘാടനവും പ്രൊഡക്റ്റുകളുടെ അനാവരണവും നടത്തി. ഞങ്ങൾ പുതിയതായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് 14 കാരറ്റ് 9 കാരറ്റ്സ്. ഇന്ന് ഞങ്ങൾ പുതിയതായിട്ട് റിലീവ് ചെയ്യുന്നത് ഒരു സെറ്റാണ്. 5 ഗ്രാം 6 ഗ്രാംസിൽ വരുന്ന ഒരു നെക്ലസ്, റിങ്, സ്റ്റഡ്സ്, ബ്രേസ്ലെറ്റ് എല്ലാം കൂടെ. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് ഹേമലത മാഡം ഞങ്ങൾ വിളിച്ചിരിക്കുന്നത്. ഈ വിയർ കണസിൽ 18 കാരറ്റ് എന്ന് പറയുന്നത് നമുക്ക് 22 കാരറ്റിനെക്കാട്ടി കുറച്ചുകൂടെ ഇതാണ്, ഡ്യൂറബിൾ ആണ്, കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സ്കൂള്, കോളേജ്, അതേപോലെ തന്നെ നമ്മൾ വർക്ക് സ്പേസിലൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളാണുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. നമുക്കിത് കഴിഞ്ഞിട്ട് ഈ പ്രോഡക്റ്റ് നമ്മൾ ഏകദേശം ഒരു 10ഓളം പുതിയ മോഡൽസ് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് സിംഗിൾ പീസേ ഉണ്ടാവുള്ളൂ. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന് നിങ്ങൾക്ക് വേറൊരു ആൾക്ക് സെയിം ഡിസൈൻ വേറെ ഉണ്ടാവും. നിലവിൽ 18 കാരറ്റുകളുടെ നിരവധി കളക്ഷൻ ഭീമ കാഞ്ഞങ്ങാടിൽ ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് സൗത്ത് ശ്രീ കടപ്പുറത്ത് ഭഗവതി കലേര ക്ഷേത്ര നവീകരണ ഫണ്ട് ഉദ്ഘാടനം നടന്നു. ക്ഷേത്ര രക്ഷാധികാരി KV കണ്ണൻ മാസ്റ്റർ ഭദ്രദീപം കൊളുത്തി ആദ്യകാല പ്രസിഡന്റ് MV കണ്ണന്റെ മക്കളിൽ നിന്നും ആദ്യ തുക സ്വീകരിച്ചുകൊണ്ട് നവീകരണ ഫണ്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് സൗത്ത് ശ്രീ കടപ്പുറത്ത് ഭഗവതി കലയറ ക്ഷേത്ര നവീകരണ ഫണ്ട് ഉദ്ഘാടനം നടന്നു. ക്ഷേത്ര പരിസരത്ത് വെച്ചാണ് ചടങ്ങ് നടന്നത്. ക്ഷേത്ര രക്ഷാധികാരി KV കണ്ണൻ മാസ്റ്റർ ഭദ്രദീപം കൊളുത്തി. ആദ്യകാല പ്രസിഡന്റ് MV കണ്ണന്റെ മക്കളിൽ നിന്നും ആദ്യ തുക സ്വീകരിച്ചുകൊണ്ട് നവീകരണ ഫണ്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസാരിക്കാൻ വിഷമമുണ്ടെങ്കിലും എന്തെങ്കിലും 2 വാക്ക് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള ശാരീരികമായ വിഷമതകളുമുണ്ട്. എന്നിരുന്നാലും ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രാചീന കാലത്തെപ്പറ്റി പല ഐതിഹ്യങ്ങളുണ്ടെങ്കിലും ഇത് ഒരു ജീർണാവസ്ഥയിലായിരുന്ന കാലത്ത് ഉള്ള കാര്യങ്ങൾ ഭംഗിയായി നടത്താൻ പറ്റാത്ത ഒരവസ്ഥ നടത്തിയിരുന്നാലും ഭംഗിയായി നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അന്ന് നാട്ടുകാരെല്ലാവരും കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ ആദ്യത്തെ കമ്മിറ്റിയിൽ ഞാൻ ഒരു അംഗമാണ്. തുടർന്ന് വിവിധ വ്യക്തികളും സംഘടനകളും ഫണ്ട് കൈമാറ്റം ചെയ്തു. നവീകരണ കമ്മിറ്റി ചെയർമാൻ PV ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് VV വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. രക്ഷാധികാരി ബാലകൃഷ്ണൻ മാസ്റ്റർ, വേണു പെരുമലയൻ, KV ഭാസ്കരൻ, P ഉണ്ണികൃഷ്ണൻ, അശോകൻ കല്ലൂർ, ലക്ഷ്മണൻ കണ്ണംപാത്തി, KV രാമചന്ദ്രൻ, TV ഉജീഷ്, PM ഉഷ, K അശോകൻ, EM രാജു എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം സെക്രട്ടറി KG പ്രഭാകരൻ സ്വാഗതവും ട്രഷറർ KV ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബേക്കൽ മൗവലിൽ 16-കാരിയെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇസ്മായിലിന്റെ മകൾ റിൻഷയാണ് ജീവനൊടുക്കിയത്.
യോഗാ ദിനാചരണം വിവിധയിടങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖല കടുത്ത പ്രതിസന്ധിയിലെന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് ഭാരവാഹികൾ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ബാലസഭാ ക്യാമ്പ് കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ CDS ഫെസ്റ്റിൽ തുടക്കമായി. ബാലസഭ കളിയിടം ഫെസ്റ്റ് ക്യാമ്പയിൻ എന്ന പേരിൽ അതിയാമ്പൂർ ബാലബോധിനി വായനശാലയിൽ നടത്തിയ ക്യാമ്പ് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികളോടെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 23-ന് തൃക്കരിപ്പൂർ ഒളിമ്പിക് റാലിയോടെയാണ് ജില്ലാതല സമാപനം നടക്കുന്നത്. 5 വർഷ പെൻഷൻ പരിഷ്കരണ അട്ടിമറിയെന്ന ആരോപണം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. പടന്നക്കാട് ജമാഅത്ത് ലഹരിവിരുദ്ധ ഐക്യദാർഢ്യ റാലി നടത്തി. ഹോസൂർ സബ് ഇൻസ്പെക്ടർ നീതു തച്ചഞ്ചേരി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.